ഇന്നലെ രാത്രി 8:30 മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിൻ്റെ രത്ന ചുരുക്കമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. രാവിലെ തന്നെ അനൗൺസ്മെന്റ് വന്നു, രാത്രി 8:30 മോദി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന്. അപ്പോൾ ജനങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കും ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഗവൺമെന്റിന്റെ പുതിയ നയങ്ങൾ ജനങ്ങളുടെ മുൻപിൽ വ്യക്തമാക്കുന്നതിനായിരിക്കും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്ന്. രാജ്യം കണ്ടിട്ടുള്ള മറ്റ് എല്ലാ പ്രധാനമന്ത്രിമാരും രാജ്യത്തെ അഭിസംബോധന ചെയ്തത് അങ്ങനെ മാത്രമാണ്. അങ്ങനെ ആയിരിക്കണം താനും എല്ലാ പ്രധാനമന്ത്രിമാരും ചെയ്യേണ്ടത്. എന്നാൽ മോദി പ്രധാനമന്ത്രി പദത്തിന് പോയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആകാൻ പോലും യോഗ്യനല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു മോദിയുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് പറഞ്ഞ നാണംകെട്ട നാടകം. അതുമാത്രവുമല്ല, ജീവിതത്തിൽ ആദ്യമായി മോദി രാജ്യത്തെ ജനങ്ങളോട് ക്ഷമ പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് മോദി രാജ്യത്തെ ജനങ്ങളോട് ക്ഷമ പറഞ്ഞത്? താൻ ഭരിച്ച് ഇന്ത്യയെ നശിപ്പിച്ചതിൻ്റെ പേരിൽ അവസാനം വിവേകമുദിച്ച് ജനങ്ങളോട് ക്ഷമ പറഞ്ഞതാണോ? മോദിയുടെ അഭിസംബോധനയുടെ രത്ന ചുരുക്കം. ഇവിടെ മോദി പറഞ്ഞ പ്രധാന നുണകൾ. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തൊക്കെയാണ്? മോദിയുടെ ഈ നാടകം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി കാണുകയും അവലോകനം ചെയ്യുകയും ചെയ്യാം. ഏപ്രിൽ മാസം അവസാനത്തോടെ 1,00,000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിക്കുന്നതിന് നിങ്ങളെല്ലാവരും മനസ്സെറിഞ്ഞ് ആഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദ്യം മോദിയുടെ 38 മിനിറ്റ് നീണ്ട അഭിസംബോധനയുടെ രത്ന ചുരുക്കം എന്താണെന്ന് കാണാം. कांग्रेस और उसके साथी, यही कांग्रेस का इतिहास है. कांग्रेस की नेगेटिव ही कांग्रेस है. कांग्रेस ने जीएस कांग्रेस ने कांग्रेस ने कांग्रेस ने कांग्रेस 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 उस कांग्रेस 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 ने कांग्रेस का कांग्रेस ने हमें कांग्रेस की कांग्रेस ही कांग्रेस कांग्रेस का कांग्रेस ने कांग्रेस ने कांग्रेस के इस रवैये ने वो कांग्रेस आप सबका बहुत बहुत धन्यवाद. കേട്ടല്ലോ അല്ലേ? 29 മിനിറ്റ് ആയിരുന്നു മോദിയുടെ ഈ വെർബൽ ഡയറിയ. അതിൽ നമ്മൾ കേട്ടതുപോലെ 58 പ്രാവശ്യമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതായത് 1 മിനിറ്റിൽ ആവറേജ് 2 പ്രാവശ്യം വെച്ചാണ് കോൺഗ്രസ് എന്ന് മോദി പറഞ്ഞത്. അത്ര ദയനീയമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ രാജ്യത്തോടുള്ള അഭിസംബോധന. മോദി ആദ്യമായി രാജ്യത്തെ ജനങ്ങളോട് ക്ഷമ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അത് കേട്ടുകൊള്ളൂ. आज मैं एक बेहद महत्वपूर्ण विषय पर, विशेषकर देश की माताओं, बहनों और बेटियों से बात करने के लिए आया हूं. आज भारत का हर नागरिक देख रहा है कि कैसे भारत की नारी शक्ति की उड़ान को रोक दिया गया, उनके सपनों को बेरहमी से कुचल दिया गया. हमारे भरसक प्रयास के बावजूद हम सफल नहीं हो पाए. नारी शक्ति वंदन अधिनियम में संशोधन नहीं हो पाया और मैं इसके लिए सभी माताओं, बहनों, उनसे मैं क्षमा प्रार्थी हूं. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് രാജ്യത്തെ അമ്മമാരോടും സഹോദരിമാരോടും പെൺകുട്ടികളോടും സംസാരിക്കുന്നതിനു വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യയിലെ സ്ത്രീ ശക്തിയുടെ ഉയർച്ചയെ തടഞ്ഞിരിക്കുന്നത് എന്ന് ഇന്ന് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്വപ്നങ്ങളെ നിർദാക്ഷിണ്യം തച്ചുടച്ചു. ഞങ്ങൾ തീവ്ര പരിശ്രമം നടത്തിയിട്ടും വിജയിച്ചില്ല. നാരി ശക്തി വന്ദൻ അധിനിയത്തിൽ ഭേദഗതി നടപ്പിലായില്ല. ഇതിന്റെ പേരിൽ എല്ലാ അമ്മമാരോടും പെങ്ങന്മാരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. മോദി, നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടത് മണിപ്പൂരിൽ മാനഭംഗം ചെയ്യപ്പെട്ട അമ്മമാരോടും പെങ്ങന്മാരോടുമാണ്. മണിപ്പൂർ ഇപ്പോഴും കത്തിയെരിയുകയാണ്. നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടത് രാജ്യത്തെ സ്പോർട്സ് താരങ്ങളോടാണ്. നിങ്ങളുടെ പാർട്ടിയുടെ MP അവരെ പീഡിപ്പിച്ചതിനെതിരെ അവർ തെരുവിൽ ഇറങ്ങിയപ്പോൾ നിങ്ങൾ ആ പെൺകുട്ടികളെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അവർക്ക് ഇതുവരെ നീതി നൽകിയില്ല. നിങ്ങൾ ക്ഷമ ചോദിക്കേണ്ടത് രാജ്യത്തെ സ്ത്രീകളോട് മൊത്തമാണ്. നിങ്ങളുടെ പാർട്ടിയിലെ MP-മാരും MLA-മാരും മറ്റു നേതാക്കന്മാരും ഉൾപ്പെട്ട എത്രയേറെ മാനഭംഗ കേസുകളാണ് നടന്നിട്ടുള്ളത്.
ഉന്നാവ്, ഹത്രസ്, അങ്കിത ഭണ്ഡാരി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ യുവജന വിഭാഗം നേതാക്കൾ നടത്തിയ പീഡനം, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പീഡനങ്ങളാണ് നിങ്ങളുടെ പാർട്ടിയിലെ നേതാക്കൾ നടത്തിയിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച ആളാണ് നിങ്ങൾ. അവരോട് നിങ്ങൾ മാപ്പ് പറയൂ. 1989 രാജീവ് ഗാന്ധിയാണ് ലോക്കൽ ബോഡികളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്താനുള്ള ബില്ല് കൊണ്ടുവന്നത്. അന്ന് അത് രാജ്യസഭയിൽ പാസ്സായില്ല. പിന്നീട് 1992 നരസിംഹറാവു ഗവൺമെന്റ് ആണ് അത് നടപ്പിലാക്കിയത്. കോൺഗ്രസ് ആണ് നടപ്പിലാക്കിയത്. മോദി എന്തിനാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തത് എന്ന് ഇവിടെ പറയുന്നത് കേൾക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാവും. कांग्रेस, डीएमके, टीएमसी और समाजवादी पार्टी जैसे दलों की स्वार्थी राजनीति का नुकसान മോദി ഇവിടെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരാണ് പറഞ്ഞതെന്ന് കേട്ടല്ലോ. കോൺഗ്രസ്, DMK, TMC, സമാജ്വാദി പാർട്ടി ഇവർ കാരണമാണ് വനിതാ സംവരണം നടപ്പിലാകാത്തത് എന്ന്. അതിലെ പ്രത്യേകത എന്താണ് എന്ന് മനസ്സിലായോ? മറ്റു പല പാർട്ടികളും ഇതിനെ എതിർത്ത് വോട്ട് ചെയ്തു. ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, നവീൻ പട്നായിക്കിന്റെ പാർട്ടി, ആം ആദ്മി പാർട്ടി, അങ്ങനെ മറ്റു പല പാർട്ടികളും. എന്നാൽ ആകെ പേരെടുത്ത് പറഞ്ഞത് കോൺഗ്രസിനെയും DMKയെയും TMCയെയും സമാജ്വാദി പാർട്ടിയെയും മാത്രമാണ്. കാരണം എന്താണ്? ഈ പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സമാജ്വാദി പാർട്ടിക്ക് ശക്തിയുള്ള ഉത്തർപ്രദേശിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിനാൽ മറ്റു പാർട്ടികളെ ഒന്നും ഇപ്പോൾ വിമർശിക്കേണ്ട ആവശ്യമില്ല എന്ന് മോദിക്ക് അറിയാം. തെരഞ്ഞെടുപ്പ് അത് മാത്രമാണ് മോദിയുടെ ഏക ലക്ഷ്യം. ഇനി ഇവിടെ ഒരു നാണവുമില്ലാതെ മോദി പറയുന്ന ഭൂലോക കള്ളത്തരം കൃത്യമായി പൊളിച്ചടുക്കി തരാം. ये वही कांग्रेस है जिसने जनधन, आधार, मोबाइल, स्त्री शक्ति का विरोध किया। कांग्रेस ने डिजिटल पेमेंट्स का विरोध किया। कांग्रेस ने जीएसटी का विरोध किया। कांग्रेस ने सामान्य वर्ग के गरीबों को आरक्षण का विरोध किया। മോദി പറഞ്ഞത് ജൻധൻ, ആധാർ, മൊബൈൽ ഫോൺ, UPI, GST എന്നിവയെല്ലാം കോൺഗ്രസ് എതിർത്തു എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് വെച്ചാൽ ഇതെല്ലാം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ചിലതിൻ്റെ പേര് മാറ്റി, ചിലതിനെ പൂർണ്ണമായും മാറ്റി നശിപ്പിച്ചു. ഉദാഹരണം GST. അങ്ങനെ കോൺഗ്രസ് കൊണ്ടുവന്നതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എടുക്കുക മാത്രമല്ല, ഇതിനെയെല്ലാം കോൺഗ്രസ് എതിർത്തു എന്ന പച്ചക്കള്ളമാണ് യാതൊരു നാണവുമില്ലാതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന മോദി പറയുന്നത്. വനിതാ സംവരണ ബിൽ ആദ്യമായി കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. പല പാർട്ടികളുടെയും എതിർപ്പ് കാരണം അത് അന്ന് നടപ്പിലായില്ല എന്ന് മാത്രം. 2024 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും എന്ന ഭീതി വന്നപ്പോഴാണ് ഭരണത്തിലേറി 10 വർഷം കഴിഞ്ഞപ്പോൾ 2023 ഈ ബില്ലുമായി മോദി വന്നത്. അന്ന് എല്ലാ പാർട്ടികളുടെയും പൂർണ്ണ പിന്തുണയോടെ അത് പാസ്സായതാണ്. എന്നിട്ട് പാസ്സായി സ്ത്രീകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് വലിയ പ്രചാരണം നടത്തിയതല്ലാതെ 2024 തെരഞ്ഞെടുപ്പിൽ മോദി അത് നടപ്പിലാക്കിയില്ല. അന്ന് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടതാണ് ഇത് 2024 തെരഞ്ഞെടുപ്പിൽ നടപ്പിലാക്കണമെന്ന്. മോദിയുടെ ക്യാബിനറ്റിൽ ആകെ 2 വനിതാ ക്യാബിനറ്റ് മന്ത്രിമാർ മാത്രമാണ് ഉള്ളത്. ചരിത്രത്തിലെ ഏറ്റവും കുറവ് 5 വനിതാ സഹമന്ത്രിമാരും മാത്രം. മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വനിതാ MP-മാർ ഉള്ള പാർട്ടി മമതാ ബാനർജിയുടെ TMC ആണ് എന്നുള്ളതാണ്. അവരുടെ 33 അല്ല 38% MP-മാരും വനിതകളാണ്. ഏറ്റവും കുറവ് വനിതാ MP-മാർ ഉള്ളത് BJPക്കാണ് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഇനി മോദി ഈ നടത്തിയ നാടകം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ പരിപൂർണ ലംഘനമാണ്. പ്രസാർ ഭാരതി ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടേതാണ്. മോദി ഇവിടെ നടത്തിയത് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയല്ല, മറിച്ച് നുണ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ് ചെയ്തത്. അതും ഗവൺമെന്റ് മീഡിയ ദുരുപയോഗം ചെയ്തുകൊണ്ട്. അതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കേണ്ടതാണ്. 1971 ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം ഇതുപോലെ ഗവൺമെന്റ് റിസോഴ്സസ് ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയതാണ്. അതുപോലെ മോദിയുടെ ലോക്സഭാ അംഗത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമാണെങ്കിൽ 100% റദ്ദാക്കും. എന്നാൽ മോദിയുടെ സ്വന്തം സെലക്ഷൻ കമ്മീഷൻ ആയതിനാൽ ഇത് കേട്ടതായി പോലും നടിക്കുകയില്ല എന്ന് ഉറപ്പാണ്. പ്രതിപക്ഷ പാർട്ടികൾ കോടതിയിൽ പോയാലും ഒന്നും സംഭവിക്കുകയില്ല. കാരണം കോടതികളും ആ നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. യാതൊരു നാണവുമില്ലാതെ തെരഞ്ഞെടുപ്പിനു വേണ്ടി
ജനങ്ങളുടെ മുന്നിൽ വന്ന് നുണ പറഞ്ഞ് നാടകം കളിച്ച മോദിയുടെ ഈ വെർബൽ ഡയറിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?